ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിൽ പ്രതികളെ തൃശൂരിലെത്തിച്ചു. 5 പ്രതികളും ഹരിയാന സ്വദേശികൾ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നാളെയാകും തെളിവെടുപ്പ് നടപടികൾ നടക്കുക. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ തൃശൂരിൽ ATM കവർച്ച നടത്തിയ പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം പുതിയ വിവരങ്ങളും വരുന്നുണ്ട്. ഇവർ നിരവധി ATM കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള കൊള്ളകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രജനി, ഈ ഒരു കവർച്ച, അതായത് 3 ATMകളാണ് തൃശ്ശൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവർ ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കവർച്ച നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 5 പ്രതികളെയാണ് നിലവിൽ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുള്ളത്. 7 പ്രതികളുള്ളതിൽ ഒരു പ്രതി തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു. തുടർന്ന് മറ്റൊരു പ്രതിയുടെ കാല് മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ 4 ATMകളാണ് ഇവർ ലക്ഷ്യം വെച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ തൃശ്ശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയിലുള്ള ഒരു ATM കൂടെ 4ാമതായി ലക്ഷ്യം വെച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ ആൾപെരുമാറ്റം കണ്ടതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. എന്തായാലും 3 ATMകളിൽ നിന്നായും 65 ലക്ഷം രൂപയാണ് ഇവർ കവർന്നെടുത്തത്. പിന്നീട് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുമ്പോൾ നാമക്കൽ വെച്ചാണ് പിടിയിലാകുന്നത്. ഇതിൽ തന്നെ ഹരിയാന സ്വദേശികളാണ് ഇവരൊക്കെയും. ഇർഫാൻ, സബീർ ഖാൻ, ഷൗക്കീർ ഖാൻ, മുഹമ്മദ് ഇഖ്സാം, മുബാരിക് എന്നിവരടക്കം മുഴുവൻ 7 പ്രതികൾ. അതിൽ 5 പേരെ ഇന്ന് എത്തിച്ചിട്ടുണ്ട്. നാളെയാണ് ഈ തെളിവെടുപ്പ് നടപടികളൊക്കെ ഉണ്ടാകുക. എന്തായാലും ഈ ഒരു കവർച്ചയ്ക്ക് ശേഷം പോലീസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഇവർ കടന്നതിന് ശേഷം ഇവർ ഉപയോഗിച്ചിരുന്ന കാർ ഒരു കണ്ടെയ്നറിനുള്ളിൽ കയറ്റിയാണ് ഇവർ മുന്നോട്ട് യാത്ര ചെയ്തിരുന്നത്. ആ സമയത്താണ് മറ്റുള്ള വാഹനങ്ങളിൽ കണ്ടെയ്നർ ഇടിക്കുകയും അവിടേക്ക് തമിഴ്നാട് പോലീസിന് പരാതി പോകുകയും അവിടേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ നടത്തിയ പരിശോധനയിൽ ഈ കണ്ടെയ്നറിനുള്ളിൽ കാറും അതുപോലെ തന്നെ പണവും ഉള്ളതായി കണ്ടെത്തുകയും തുടർന്ന് ഇവിടെ ഒരു വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തത്. അവരുടെ കയ്യിലും ഈ കൈത്തോക്കുണ്ടായിരുന്നു. അതും പോലീസിന് നേരെ നിറയൊഴിച്ചു. അതോടൊപ്പം തന്നെ പോലീസ് തിരിച്ചും വെടിവെച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതി മരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ജുമൈനാണ് മരിച്ചിട്ടുള്ളത്. എല്ലാം ഹരിയാന സ്വദേശികളാണ്. ഇവർ മേവത് ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ഗ്യാങ് ആണ്. നേരത്തെയും ഇവർ ഇത്തരത്തിലുള്ള മോഷണ പരമ്പരകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ATM ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയധികം കവർച്ച നടത്തുന്നത്, അതായത് അവിടെയുള്ള CCTVകളെല്ലാം തന്നെ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഈ അലേർട്ട് പോലീസിന് ലഭിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് പണം എടുത്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ നേരത്തെ ATM മെഷീനുകളിൽ ഇത്തരത്തിൽ പരിശീലനം നടത്തിയിട്ടാണ് ഇവർ ഈ ഒരു പ്രൊഫഷണൽ ഗ്യാങ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇവരെ തേടിയുള്ള അന്വേഷണം എത്തിയത് നാമക്കലിലേക്കാണ്, തമിഴ്നാട്. അവിടെ നിന്നും പോലീസ് നടപടികൾക്ക് ശേഷമാണ് കേരള പോലീസിന് വിട്ടു നൽകിയതും ഇന്ന് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതും. രജനി, ശരി. എന്തായാലും നേരത്തെ 4 ATMകൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചിരുന്നവരാണ് ഈ പ്രതികളെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിൽ പ്രതികളെ തൃശൂരിൽ എത്തിച്ചിട്ടുണ്ട്. ഹരിയാന സ്വദേശികളായ 5 പ്രതികളെയാണ് തൃശൂരിൽ എത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. നാളെയാകും തെളിവെടുപ്പ് നടപടികൾ നടക്കുക. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.